നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് റിപ്പബ്ലിക് ഡേ മൂലം വിപണി അവധിയായിരുന്നു. എന്നാൽ നാളെ മുതൽ ഇവന്റ്ഫുൾ ആയ വീക്കിലേക്കാണ് മാർക്കറ്റ് കടക്കുന്നത്. ബജറ്റ് വരാൻ പോവുകയാണ്. Q3 റിസൾട്ട്സും വരുന്നുണ്ട്. കൂടാതെ ആഗോള പ്രശ്നങ്ങളും. ഈ സാഹചര്യത്തിൽ ദലാൽ സ്ട്രീറ്റിനെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന 8 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഘടകം ബജറ്റ് തന്നെയാണ്. ഫെബ്രുവരി 1-ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. അതിന് തൊട്ടു മുൻപുള്ള ആഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ ഓരോ സെക്ടറിനും അവതരിപ്പിക്കുന്ന അലോക്കേഷൻസും പോളിസികൾ എന്നിവ അനുസരിച്ച് അതാത് സെക്ടറുകൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓവറോൾ ബജറ്റ് എക്സ്പെക്റ്റഡ് ലൈനിലാണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതല്ല എങ്കിൽ ഈ സെല്ലിംഗ് പ്രഷർ തുടരാൻ തന്നെയാണ് സാധ്യത. ബജറ്റ് മാറ്റി നിർത്തിയാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ് മറ്റൊരു ഘടകം. US-ഉം യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് കൺസേൺസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ നാളെ ഒപ്പുവെക്കും. ഇത് വളരെയധികം നിർണായകമാണ്, പോസിറ്റീവുമാണ്. ഏകദേശം 90% മേഖലകളിലും തീരുവയിൽ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീരുവയോ പൂർണ്ണമായുള്ള തീരുവ ഇളവോ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ടെക്സ്റ്റൈൽ പോലുള്ള സെക്ടറുകൾ ഇതിന്റെ ഗുണം പ്രതീക്ഷിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, ഫാർമ എന്നിങ്ങനെയുള്ള വിവിധ സെക്ടറുകളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം US ഫെഡ് മീറ്റിംഗ് നാളെ നിർണായകമാകുന്ന മറ്റൊരു ഘടകമാണ്. ഡൊണാൾഡ് ട്രംപ് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ തീരുമാനങ്ങളോട് യോജിപ്പില്ലാത്ത വ്യക്തിയാണ്. അതിനാൽ തന്നെ പവലിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനവും തുടർന്ന് വരുന്ന പ്രസ്താവനയും നിർണായകമാകും. പലിശ നിരക്കിൽ അവർ എന്ത് തീരുമാനം എടുക്കുമെന്നത് ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന കാര്യമാണ്. യുദ്ധഭീതി തന്നെയാണ് അടുത്ത ഘടകം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ പുകയുകയാണ്. US-ഇറാൻ ടെൻഷൻസ് മാർക്കറ്റിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് കാരണം റിസ്ക് ഓഫ് സെന്റിമെന്റ് ആണ് കാണുന്നത്. അതായത് ആളുകൾ പേടിച്ച് സേഫ് അസറ്റ്സിലേക്ക് മാറുന്നുണ്ട്. ഇന്നും സ്വർണ്ണവില നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം $5000 മറികടന്നു. അതോടൊപ്പം യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ വില കൂടുന്ന മറ്റൊരു ഘടകമാണ് എണ്ണ. ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ തടസ്സങ്ങൾ വരുമോ എന്ന പേടിയാണ് ലോകം. അതേസമയം വിപണിയുടെ ഗതിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും തുടരുന്ന സെല്ലിംഗ് ആണ്. ഏകദേശം 14,000 കോടി രൂപയുടെ ഓഹരികൾ കഴിഞ്ഞ ആഴ്ച വിറ്റിരുന്നു. എന്നാൽ നമ്മുടെ DIS വാങ്ങുന്നത് കൊണ്ട് മാർക്കറ്റ് വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. FII വിൽക്കുന്നത് കൊണ്ട് തന്നെ രൂപയുടെ മൂല്യം കുറയുകയാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം പുറമെ Q3 ഏർണിംഗ്സ് വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുവരെ വന്ന റിസൾട്ടുകൾ അത്ര തന്നെ പോരാ എന്നതാണ് അഭിപ്രായം. അണ്ടർവെൽമിംഗ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആഴ്ച വമ്പന്മാരായ ആക്സിസ് ബാങ്ക്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, മാരുതി സുസുക്കിയാണ് അവരുടെ കണക്കുകൾ പുറത്തുവിടുന്നത്. ഇത് ഓഹരികളെയും അവരുടെ സൂചികകളെയും സ്വാധീനിക്കും. ഫെബ്രുവരി 1-ന് ഓട്ടോ സെയിൽസ് കണക്കുകളും നിർണായകമാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി 241 പോയിന്റ് നഷ്ടത്തിൽ 25,048 എന്ന നിലവാരത്തിലും, സെൻസെക്സ് 769 പോയിന്റ് നിലവാരത്തിൽ 81,537 എന്ന നിലവാരത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിനാൽ വരും സെഷനുകൾ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ 24,900 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്യുക. ഇത് കൈവിട്ടാൽ 24,600 എന്ന ലെവലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. നാളെ എക്സ്പയറി ആയതിനാൽ എങ്ങനെയാണ് വ്യാപാരം ആരംഭിക്കുക എന്നത് നോക്കുക. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ മൂലം വിപണി പോസിറ്റീവായി തുടർന്നാൽ സൂചികയിൽ നേട്ടമുണ്ടായേക്കാം. എന്നാൽ 25,350 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിപണിയിൽ ഒരേ സമയം പോസിറ്റീവ് ആയതും ആശങ്ക ഉണ്ടാക്കുന്നതുമായ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കൃത്യമായ ഡയറക്ഷൻ ലഭിക്കുന്നതുവരെ ജാഗ്രതയോടെ മാത്രം വിപണിയെ സമീപിക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ നല്ല ഓഹരികളിൽ അവസരം കണ്ടെത്താൻ ശ്രമിക്കുക.